Nokia C01 പ്ലസ് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഒരു അൺബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ നൈസായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ബോക്സ് പതിവ് പോലെ തന്നെ നോക്കിയയുടെ ഒരു സ്റ്റാൻഡേർഡ് പാക്കിംഗ് ആണ്. നോക്കിയ C01 പ്ലസ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അതുപോലെ 2 years ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ്, ആൻഡ്രോയിഡ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി 1 year എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ സ്പെക്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അൺബോക്സിലോട്ട് കിടക്കാം. ഫ്രണ്ടിൽ ആദ്യം തന്നെ സ്മാർട്ട് ഫോണാണ്. ഫോൺ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. പെട്ടി തുറക്കുമ്പോൾ അകത്ത് പേപ്പർ വർക്ക്സും പിന്നെ അതുപോലെ തന്നെ ഒരു ഡേറ്റ കേബിൾ പ്ലസ് ഒരു ചാർജർ 5 വാട്ടിൻ്റെയാണ് ചാർജർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് പെട്ടിയിലുള്ള സംഭവങ്ങൾ. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഫോണിലോട്ട് വരുമ്പോൾ ഫോണിൻ്റെ ഓവർവ്യൂ നമുക്ക് ജസ്റ്റ് നോക്കാം. ഡിസ്പ്ലേ സൈസ് 5.45 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 720p ഡിസ്പ്ലേ, അതുപോലെ തന്നെ LCD ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഒരു പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്, അതുപോലെ തന്നെ താഴെ ഒരു മൈക്കുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആണ്, ഒന്നുമില്ല. പിന്നെ ടോപ്പ് സൈഡിലാണ് നമ്മുടെ ചാർജർ വരുന്നത്. അതുപോലെ തന്നെ ഹെഡ്ഫോൺ ജാക്കും ടോപ്പ് സൈഡിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോൾ ഒരു ഫ്ലാഷ് നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ ഒരു ക്യാമറ, ഇയർ പീസ്. പിന്നെ നിങ്ങൾ വിചാരിച്ചാണ് ഇതിൻ്റെ ഒരു സിം ഇടുന്ന എവിടെയാണെന്ന്. അപ്പോൾ നമ്മൾ ആ ഒരു പഴയ നൊസ്റ്റാൾജിയ ഫീലിലേക്ക് പോവുകയാണ്. ഈ ഫോൺ ബാക്ക് സൈഡ് തുറക്കാവുന്നതാണ്. ശരിയോ, തുറക്കാനും പറ്റുന്നില്ല. ഓക്കെ, ഈ ബാക്ക് സൈഡ് നമുക്കിങ്ങനെ തുറന്ന് പഴയ ആ റിമൂവബിൾ ബാറ്ററി തന്നെയാണ്. ആക്ച്വലി ബാറ്ററി ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു. അപ്പോൾ ബാറ്ററി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 3000 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ ഇവിടെ SIM1 SIM2 അതുപോലെ തന്നെ മെമ്മറി കാർഡും നമുക്കിടാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ സിമ്മിൻ്റെ ട്രേ സൈഡിൽ കാണാഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററി റിമൂവബിൾ ആണ്. ഒരു പഴയ ഫോണിൻ്റെ ആ ഒരു ഇത് തന്നെയാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ ബാക്ക് സൈഡിൽ ഇവിടെയാണ് സ്പീക്കർ വന്നിട്ടുള്ളത്. നമ്മുടെ ഈ ഫോൺ ക്ലോസ് ചെയ്യുമ്പോൾ ഇവിടായിട്ടാണ് സ്പീക്കർ ഗ്രില്ല് വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷനിലോട്ടൊക്കെ പോകുമ്പോൾ ഡിസ്പ്ലേ സൈസ് ഓൾറെഡി ഞാൻ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ക്യാമറ സൈഡിലോട്ട് വരുമ്പോൾ 5 MP ഒരു ക്യാമറയാണ് ബാക്ക് സൈഡിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ഉണ്ട്. ഫ്രണ്ട് ക്യാം വരുന്നത് 2 MP ഒരു ഫ്രണ്ട് ക്യാമാണ്. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആൻഡ്രോയിഡ് 11 ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഇവിടെ കാണാൻ സാധിക്കും ആൻഡ്രോയിഡ് 11 വരുന്നത്. ആൻഡ്രോയിഡ് 11 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ഫ്ലഡ്ജ് ആൻഡ്രോയിഡ് 11 അല്ല, 11ൻ്റെ ഗോ എഡിഷനാണ് ഫോണിൽ വന്നിട്ടുള്ളത്. ഒരു ലൈറ്റർ യൂസിന് വേണ്ടി ഇറക്കിയ ഒരു ഫോണാണ്. അല്ലെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റർ വെർഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ 16 GB റോമും അതുപോലെ തന്നെ 2 GB റാമിൻ്റെയും വേരിയൻ്റാണ് ഇത്. പ്രോസസ്സറിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ യൂണിസോക്കിൻ്റെ ഒരു പ്രോസസ്സറാണ്, ഒക്ടാ കോറിൻ്റെ. ഒരു അത്യാവശ്യം നമുക്ക് പറയാം ഇത് ഓൾറെഡി ഒരു 6000 ആ ഒരു റേഞ്ചിൽ വരുന്ന പ്രൈസ് ആയതുകൊണ്ട് വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കില്ല. നോർമൽ യൂസേജ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പെർഫോമൻസ് തരുന്ന ഒരു ചിപ്സെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ 2 സെൻസറാണ് ഫോണിലുള്ളത്. ആക്സലോമീറ്ററും അതുപോലെ തന്നെ കോൾ ചെയ്യുമ്പോഴുള്ള പ്രോക്സിമിറ്റി സെൻസറും ഫോണിലുണ്ട്. അതുപോലെ തന്നെ പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ബ്ലോട്ട്വെയർസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ ഗൂഗിൾ ആപ്പ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇത്ര ആപ്പുകൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഗൂഗിൾ ആപ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, മൈജിയോ ഉണ്ട്, അതുപോലെ തന്നെ വേറൊരു ആപ്പ് നമ്മുടെ ഫേസ്ബുക്ക് ലൈറ്റും ഉണ്ട്. അതല്ലാതെ വേറൊരു ആപ്പുകളും ഇതിൻ്റെ അകത്ത് ബ്ലോട്ട്വെയർസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ പ്യുവർ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ ആഡ്സും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇത് ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആണ്. വളരെ ബേസിക് ബേസിക് ലൈറ്റ് വെർഷനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളൊരു ഫോണാണിത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പെർഫോമൻസ് ഒന്നും ആരും പ്രതീക്ഷിക്കരുത്. എന്തായാലും ഇത് ഈ വീഡിയോയിൽ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ അതുപോലെ തന്നെ അൺബോക്സിങ് മാത്രമാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിതിൻ്റെ ഒരു ഇംപ്രഷൻ എന്ന പോലെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതിൻ്റെ ക്യാമറ ജസ്റ്റ് ഒന്ന് നോക്കി അതുപോലെ തന്നെ സ്പീക്കർ ക്വാളിറ്റിയും പെർഫോമൻസും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നമ്മളെന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നമ്മൾ ഈ ഒരു അൺബോക്സിങ് മാത്രമാണ് നോക്കിയത്. ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളത് ഫുൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ജെറി സൈനിങ് ഓഫ്.